നേപ്പാളിൽ ഭൂകമ്പത്തിൽ കാണാതായ 2 മലയാളി ഡോക്ടർമാർ മരണമടഞ്ഞു. കണ്ണൂർ സ്വദേശി ദീപക് തോമസും കാസർഗോഡ് സ്വദേശി ഇർഷാദുമാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ ഉടൻ ദില്ലിയിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പ് നൽകിയതായി മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. ഇവരോടൊപ്പം നേപ്പാളിൽ വിനോദസഞ്ചാരത്തിന് പോയിരുന്ന ഡോക്ടർ അബിൻ സൂര്യയെ ദില്ലിയിലെത്തിച്ച് എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. കോഴിക്കോട് നിന്നും കാഠ്മണ്ഡുവിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയതായിരുന്നു ഡോക്ടർ അബിൻ സൂരിയും ഡോക്ടർ ഇർഷാദും ഡോക്ടർ ദീപക് തോമസും. നേപ്പാളിൽ അപകടമുണ്ടായപ്പോൾ തന്നെ അബിൻ സൂരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭ്യമായിരുന്നു. എന്നാൽ ഡോക്ടർ ഇർഷാദിനെക്കുറിച്ചും ഡോക്ടർ ദീപക് തോമസിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇരുവരുടെയും ബന്ധുക്കൾ കാഠ്മണ്ഡുവിലേക്ക് പോയി. കാഠ്മണ്ഡുവിലെത്തിയ ബന്ധുക്കളാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലെത്തി തിരിച്ചറിഞ്ഞത്. ഇരുവരും കാഠ്മണ്ഡുവിലെ TU ടീച്ചിംഗ് ആശുപത്രിയിലുണ്ടെന്ന് വാർത്തകൾ വന്നതിനെ തുടർന്ന് ബന്ധുക്കൾ ആശുപത്രി മുഴുവൻ ഇവരെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ പരിസരത്തെത്തിയ ബന്ധുക്കളോട് 2 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ദ്രുതകർമ്മസേനയിലെ ഒരംഗം പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോർച്ചറിയിലെത്തിയ ബന്ധുക്കൾ ഇവരുടെ ശരീരത്തിലെ ചില മുറിപ്പാടുകളും പോക്കറ്റിലുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡും പരിശോധിച്ച ശേഷമാണ് ഇരുവരെയും തിരിച്ചറിഞ്ഞത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഉടൻ ദില്ലിക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകിയതായി മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികളെ മടക്കി എത്തിക്കാൻ സംബന്ധിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു സംഘം ആൾ മടങ്ങി കേരള ഹൗസിലെത്തി, 12 പേരെത്തി. മറ്റു പലരും റോഡ് മാർഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോരഖ്പൂരിൽ വന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ നാട്ടിലേക്കോ ഡൽഹിക്ക് വരും. അപകടകരമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷെ പ്രധാനമായിട്ടും കാണാതെ പോയ 3 ഡോക്ടർമാരുടെ കാര്യത്തിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേസമയം നേപ്പാളിൽ മരണസംഖ്യ 10,000 കടക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി സുശീൽ കൊയ്രാള പറഞ്ഞു. നിരവധി പേർ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 5 ദിവസങ്ങൾ കഴിഞ്ഞാലേ നേപ്പാളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അന്തിമമാകൂ. എങ്കിൽ മാത്രമേ കൃത്യമായ മരണസംഖ്യയും ലഭ്യമാവുകയുള്ളൂ. ബിജേഷ് നടുവിൽ, ദില്ലി. നേപ്പാളിൽ ദുരന്തത്തിൽ മരിച്ച യുവ ഡോക്ടർമാരുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിച്ചേക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. മൃതദേഹങ്ങൾ ഇപ്പോൾ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. മെഡിസിന് ചേർന്നപ്പോൾ മുതൽ ഒന്നിച്ചായിരുന്ന ഡോക്ടർ ഇർഷാദും ഡോക്ടർ ദീപക് തോമസും മരണത്തിലും ഒന്നിച്ചു. മറ്റൊരു സഹപാഠി ഡോക്ടർ അബിൻ സൂരിയുമൊത്ത് MD കോഴ്സിന് അസം മെഡിക്കൽ കോളേജിൽ ചേരേണ്ടിയിരുന്ന ഇവർ യാദൃച്ഛികമായി നടത്തിയ നേപ്പാൾ സന്ദർശനമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. മൂവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. തുടർന്ന് ഇവർ വയനാട് ജില്ലയിൽ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. ഡോക്ടർ ദീപക് ഇടവക PHCയിലും ഡോക്ടർ ഇർഷാദ് മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയിലുമാണ് ജോലി ചെയ്തിരുന്നത്. അസമിൽ ചെന്ന ശേഷമാണ് നേപ്പാളിലേക്ക് ഇവർ പോയത്. ഇവർ താമസിച്ചിരുന്ന കാഠ്മണ്ഡുവിലെ ബഡ്ജറ്റ് മൾട്ടിപ്ലക്സ് ഹോട്ടൽ തകർന്നാണ് ദുരന്തമുണ്ടായത്. മൃതദേഹങ്ങൾ ഡോക്ടർ ഇർഷാദിന്റെ സഹോദരൻ ലിഖായത്തും ഡോക്ടർ ദീപകിന്റെ ബന്ധു ജനീഷുമാണ് തിരിച്ചറിഞ്ഞത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചതായി ഡോക്ടർ ഇർഷാദിന്റെ ബന്ധു NA അബൂബക്കർ പറഞ്ഞു. ബോഡി ഇപ്പം നമ്മൾ ഇന്ത്യ MEA ആയിട്ട് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അഹമ്മദ് MP അതിന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ജോയിന്റ് സെക്രട്ടറി ഗോപാൽ ബാഗ്ലെ കാഠ്മണ്ഡുവിലുണ്ട്. അദ്ദേഹമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കൺഫർമേഷൻ ഇപ്പം വന്നിട്ടുണ്ട്. എനിക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ അബിൻ സൂരിയെ ഇന്ത്യയിലെത്തിച്ച് ചികിത്സ നൽകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ആനബാഗിലുവിലെ റിട്ടയർഡ് KSCB ഉദ്യോഗസ്ഥൻ ഷംസുദ്ദീന്റെ ഇളയ മകനാണ് ഡോക്ടർ ഇർഷാദ്. 4 സഹോദരങ്ങളുണ്ട്. കാസർഗോഡ് സ്വദേശിനിയായ ഡോക്ടറുമായി നിക്കാഹ് കഴിഞ്ഞിരുന്നു. കണ്ണൂർ കേളകം കുണ്ടേരി സ്വദേശിയാണ് ഡോക്ടർ ദീപക് തോമസ്. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ 2 ദിവസം നിലനിന്ന അനിശ്ചിതത്വം മാറിയെന്ന് ഡോക്ടർ അബിൻ സൂര്യയുടെ പിതാവ് KK ബാലകൃഷ്ണൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നന്നായി സഹായിച്ചു. അബിൻ സൂര്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ദില്ലി എയിംസിൽ പ്രവേശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസിൽ അഡ്മിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, നോർക്കൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം നല്ല സഹകരണം കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 2 ദിവസം ആംബുലൻസ് കിട്ടാനുള്ള വിഷമമുണ്ടായിരുന്നു. ഇന്നെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ബന്ധപ്പെട്ട് അവിടുന്ന് ആംബുലൻസിലേക്ക് കയറ്റാൻ പോകുന്നുണ്ടെന്നുള്ള വിവരമാണ് അറിഞ്ഞിരിക്കുന്നത്. അതെ, എല്ലാവരും എല്ലാ ഭാഗത്തുനിന്ന് ആരാണെന്നുള്ള എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ലൊരു സഹകരണം കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് കേരള മുഖ്യമന്ത്രിയും നോർക്ക മന്ത്രിയും ഇവിടുന്ന് കേന്ദ്രമന്ത്രിയും ഇടപെട്ടതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും സ്പീഡിൽ നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ആദ്യത്തെ 2 ദിവസം വളരെ അനിശ്ചിതമായിരുന്നു.
അതിൻ്റെതായ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴേ ഡയാലിസിസ് 2 പ്രാവശ്യം അവിടെ നിന്ന് ചെയ്ത് ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എയിംസിൽ നിന്ന് ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മയാണ്. നേപ്പാളിൽ ഭൂകമ്പത്തിൽ പരിക്കേറ്റ ഡോക്ടർ അബിൻ സൂര്യ വിദഗ്ധ ചികിത്സയ്ക്കായി ദില്ലി എയിംസിൽ പ്രവേശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നേപ്പാളിലുള്ള മലയാളികളെ റോഡ് മാർഗം ദില്ലിയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. ഡൽഹിയിലും കേരളത്തിലും കൺട്രോൾ റൂം തുടങ്ങി. അതിലേക്ക് അവിടെ പോയവരുടെ ബന്ധുക്കളിൽ നിന്നും നമുക്ക് ധാരാളം വിവരങ്ങൾ കിട്ടി. അപ്പോൾ ആശുപത്രിയിലുള്ള ഡോക്ടറുമായിട്ട് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പിന്നെ കിഡ്നിയിൽ ചെറിയ തോതിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കാഠ്മണ്ഡുവിലെ ഏറ്റവും മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് ഇപ്പം കിട്ടുന്നത്. പക്ഷേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറേ കൂടി ബെറ്റർ ഇതാണ്. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നൂടെ തീരുമാനിച്ചിട്ടുണ്ട്. പൂരത്തിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണ്. ഇതിന് മുന്നോടിയായി ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നു. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ പൂരത്തിനായി എത്തിച്ച 90ഓളം ആനകളുടെ പരിശോധനയാണ് നടന്നത്. പോലീസ്, വനം, വന്യജീവി വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, റവന്യൂ അധികൃതർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. 40ഓളം വെറ്റിനറി ഡോക്ടർമാരും സംഘത്തിൽ ചേർന്നു. ആനകൾക്ക് മതപ്പാടുണ്ടോ, മൈക്രോചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ, ആനയ്ക്കും പാപ്പാനും ഇൻഷുറൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിച്ചത്. ആനകളെ നാളത്തെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവയുടെ ആരോഗ്യനില അത് തൃപ്തികരമാണോ, അതല്ലെങ്കിൽ അതെന്തെങ്കിലും വയലൻസ് കാണിക്കാനുള്ള സാധ്യതയുണ്ടോ, ഈ ഇത്രയും പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ തന്നെ അത് പ്രാപ്തനാണോ എന്ന് നോക്കുന്നതാണ് ഇന്നത്തെ ഈ പരിശോധനകൾ ഇവിടെ കാണുന്നത്. പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകളെ ക്ഷേത്രത്തിന് സമീപത്തെ ആനപ്പറമ്പിലും, തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകളെ CMS സ്കൂളിന് എതിർവശത്തെ മൈതാനിയിലും പരിശോധിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ആനകളെ മാത്രമാണ് പൂരത്തിനായി അണിനിരത്തുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു. കുറ്റൂർ നെയ്തലക്കാവ് ഭഗതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ വടക്കുനാഥന്റെ തെക്കേ ഗോപുരം നട തുറന്ന് കണിമംഗലം ശാസ്താവിന് വഴിയൊരുക്കിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. നാളെയാണ് തൃശൂർ പൂരം. രാവിലെ 8:30 നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളത്തുമായി വടക്കുന്നാഥ സന്നിധിയിലെത്തി. സ്ത്രീമൂലസ്ഥാനം വഴി ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കിടന്ന നെയ്തലക്കാവിലമ്മയ്ക്ക് വാദ്യഘോഷങ്ങൾ അകമ്പടിയേകി. തുടർന്ന് പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി പൂരത്തിന്റെ വിളംബരമറിയിച്ച് തിടമ്പേറ്റിയ കൊമ്പൻ തെക്കേ ഗോപുരനട തള്ളി തുറന്നു. പൂരദിവസമായ നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരനട വഴി അകത്ത് കടക്കും. പിന്നാലെ ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങളും എത്തും. തുടർന്നാണ് തെക്കോട്ടിറക്കം, കുടമാറ്റം, മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറമേളം എന്നിവ നടക്കുക. വിളംബരമായതോടെ 36 മണിക്കൂർ നീളുന്ന പൂരാഘോഷങ്ങൾക്ക് തുടക്കമായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.